ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവിയും ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, അതിൻ്റെ ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹുവാണ് അവയെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് അവയുടെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. എത്രയെത്ര ജീവികളാണ്, അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങളാണോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അല്ല, അവർക്കും നിങ്ങൾക്കും അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ഖ് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു ഖലഖ കുല്ല നഫ്സിൻ വകതബ റിസ്ഖഹാ വഹയാതഹാ. എല്ലാ നഫ്സിനെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അതിൻ്റെ ജീവിതവും അതിൻ്റെ ഉപജീവനവും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ഖിനെ സംബന്ധിച്ച്, ഉപജീവനത്തെ സംബന്ധിച്ച് അമിതമായ ടെൻഷൻ, ഉത്കണ്ഠ എനിക്കും നിങ്ങൾക്കും വേണ്ടതില്ല. റിസ്ഖ് എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം മാത്രമാണ് എന്നും കരുതരുത്. മറിച്ച് അതിനപ്പുറത്ത് സത്യവിശ്വാസം, തഖ്വ, അറിവ്, ആരോഗ്യം, സ്ഥാനമാനം, ഇണകൾ, മക്കൾ, നല്ലൊരു രാജ്യം, നല്ല ഭരണാധികാരികൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ റിസ്ഖിൽപ്പെട്ടതാണ്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ ഇണകൾ, മക്കൾ, പേരക്കുട്ടികൾ, ഈ പറയപ്പെട്ട ഖൈറാത്തുകൾ, ത്വയ്യിബാത്തുകളെല്ലാം അള്ളാഹുവിന്റെ റിസ്ഖാണ്, അള്ളാഹു നൽകുന്നതാണ്. ഏറ്റവും ത്വയ്യിബായത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ബദനി വഇൻദഹു തആമു യൗമി കഅന്നഹു ഹീസത് ലഹു ദുനിയ. നിങ്ങളിൽ ഒരാൾ നിർഭയനായി ഒരു രാജ്യത്ത് ജീവിക്കുന്നുവെങ്കിൽ, ശരീരത്തിന് രോഗമൊന്നുമില്ല, ആരോഗ്യമുണ്ടെങ്കിൽ, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിലുണ്ടെങ്കിൽ ദുനിയാവിലെ മുഴുവൻ സമ്പത്തും ലഭിച്ചവനെ പോലെയാണ്. ഈ പറഞ്ഞതൊക്കെ റഹ്മാനായ റബ്ബിന്റെ റിസ്ഖുകളാകുന്നു. ഈ റിസ്ഖ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. അതോർത്ത് സമാധാനമടയുക. രണ്ടാമത്തത്, സൃഷ്ടികൾക്കിടയിൽ റിസ്ഖിലുള്ള വേരിയേഷൻ എങ്ങനെ ഉണ്ടാകുന്നു? മനുഷ്യനാണോ കാരണക്കാരൻ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ മഈശത്ത് വിഭജിക്കുന്നവൻ അല്ലാഹു ആകുന്നു. അല്ലാഹുവാണ് ഒരാൾക്ക് കൂടുതൽ, ഒരാൾക്ക് കുറവ്. നേരത്തെ പറഞ്ഞ ഏതെല്ലാം വിഷയത്തിലുള്ള വേരിയേഷനും വ്യത്യാസങ്ങളും ഉണ്ടോ അതിനുള്ള കാരണം അല്ലാഹുവാണ്. റഹ്മാനായ റബ്ബാണ് അത് ചെയ്യുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അത് ചെയ്യുന്നു എന്നൊരടിമ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു ടെൻഷൻ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അള്ളാഹു തന്റെ അടിമകളോട് ലതീഫാണ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായി ഒരു അടിമയെക്കുറിച്ച് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ച തോതനുസരിച്ച് ഓരോരുത്തർക്കും നൽകുന്നു. റബ്ബിന്റെ കഴിവുകളല്ല. വഹുവൽ ഖവിയ്യു, അവൻ അങ്ങേയറ്റം ശക്തനും അൽ അസീസ്, പ്രതാപവാനുമാണ്. എല്ലാവർക്കും നൽകാൻ അള്ളാഹുവിന് കഴിവുണ്ട്, അവന്റെ ഖജനാവിലുണ്ട്. പക്ഷേ ഓരോരുത്തരെയും അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകുന്നത്. ആ റിസ്ഖ് എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സലഫുസ് സാലിഹ്യങ്ങളിൽ ചില മഹാപണ്ഡിതന്മാർ പറഞ്ഞത്, അലിംതു അന്ന റിസ്ഖി ലാ യഖുദുഹു ഗൈരി വത്മഅന്ന ഖൽബി. എനിക്കറിയാം എൻ്റെ റിസ്ഖ് വേറൊരാളെടുത്ത് കൊണ്ടുപോകില്ല, ഉറപ്പാണ്. എനിക്ക് അള്ളാഹു നിശ്ചയിച്ചത്, ഒരു വേള അയാളുടെ വീട്ടിൽ കള്ളൻ കയറി സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയാലും ഈ പറഞ്ഞ തത്വം വേറെയാണ്. എനിക്കെന്റെ റബ്ബ് കണക്കാക്കിയത് ഒരാളും എടുത്തു കൊണ്ടുപോവുകയില്ല. അതുകൊണ്ട് വത്മഅന്ന ഖൽബി, എൻ്റെ ഹൃദയം സമാധാനത്തിലാണ്. അതുകൊണ്ട് അറിയുക, അള്ളാഹുവാണ് റിസ്ഖിനെ വിഭജിക്കുന്നവൻ. പണക്കാരുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും. പക്ഷെ അതിലെ പൊരുളറിയുന്ന വിശ്വാസി സമാധാന ചിത്തനായിരിക്കും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്നിരിക്കും,
എനിക്ക് വഹയായി പറഞ്ഞു തന്നത് ലാ തമൂതു നഫ്സുൻ ഹത്താ തസ്തൗഫിയ അഖ്സാ റിസ്ഖഹു. ഒരു മനുഷ്യനും മരിച്ചു പോവുകയില്ല അല്ലാഹു അയാൾക്ക് നിശ്ചയിച്ച അവസാനത്തെ റിസ്ഖും പൂർത്തിയാക്കാതെ. അതൊരു ധാന്യമണിയാണെങ്കിൽ പോലും വയറ്റിൽ പോയിട്ടേ അയാൾ മരിക്കുകയുള്ളൂ, ഒരാളും തടയുകയില്ല. പക്ഷേ കാലതാമസം നേരിട്ടേക്കാം. നിങ്ങൾ വിചാരിക്കുമ്പോൾ കിട്ടൂല, റഹ്മാനായ റബ്ബ് കണക്കാക്കിയ സമയത്ത് അത് കിട്ടും. അതുകൊണ്ട് ഫത്തഖുല്ലാഹ അയ്യുഹന്നാസ് വഅജ്മിലൂ ഫിത്തലബ്, മനുഷ്യരെ അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുകയും റിസ്ക് സമ്പാദിക്കുന്നതിൽ നിങ്ങൾ മിതത്വം പാലിക്കുകയും ഹറാമായ വഴികളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുകയും ചെയ്യുക. ലാ യഹ്മിലന്ന അഹദകും ഇസ്തിബ്താഉ റിസ്ഖിഹി അൻ യഖ്റജഹു ഇലാ മാ ഹറമല്ലാഹ്. നിങ്ങൾ വിചാരിച്ച സമയത്ത് ലാഭം കിട്ടുന്നില്ല, ഉപജീവനം കിട്ടുന്നില്ല എന്നത് ഹറാമിലേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. വളരെ ശ്രദ്ധേയമായ പോയിന്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ വിചാരിച്ചതുപോലെ പെട്ടെന്ന് ലാഭമുണ്ടാക്കാൻ കഴിയില്ല. ക്ഷമയും സഹനവും ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും വേണം. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച സമയത്ത് കിട്ടാത്തത് കൊണ്ട് പലരും ഹറാമ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഹലാല് നോക്കിയാൽ എൻ്റെ കാര്യം നടക്കൂല എന്ന ന്യായം പറഞ്ഞ് ഹറാമുകളുടെ പിന്നാലെ പോവുകയാണ്. ഹലാലായ കച്ചവടത്തിൽ അവർ ഒതുങ്ങുന്നില്ല, ഹലാലായ ഉപജീവനത്തിൽ അവർ ഒതുങ്ങുന്നില്ല. റസൂലുള്ള പറയുകയാണ്, റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച സമയത്ത് അത് കിട്ടും, അതുകൊണ്ട് ഹറാമിലേക്ക് പോവല്ലേ. ഫഇന്നഹു ലാ യുദ്റകു മാ ഇൻദല്ലാഹി ഇല്ലാ ബിത്വാഅ. റഹ്മാനായ റബ്ബിൻ്റെ അടുത്തുള്ള ഫദ്ല് അവനനുസരിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾക്ക് നേടിയെടുക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ ഈ വലിയ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇരു ലോകത്തും നമുക്ക് ഖൈറാത്തുകൾ ഉണ്ടാകും. സമാധാനത്തോടുകൂടി ടെൻഷനുകളില്ലാതെ ഈ ലോകത്ത് ജീവിക്കുവാനും നമുക്ക് സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റിസ്ക് നൽകുന്നതും അതിലെ വ്യത്യാസങ്ങളുമെല്ലാം റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതും ഒന്നാമതായി നിലകൊള്ളുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാഹു. ഇതാണ് ഏറ്റവും പ്രധാനം. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഭക്ഷണം തരുന്നുണ്ടോ? ലാ ഇലാഹ ഇല്ലാഹു. അതുകൊണ്ട് അവനല്ലാതെ ആരാധ്യനില്ല. നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ശക്തനായ റഹ്മാനായ റബ്ബ് അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. റിസ്ക് നൽകുന്ന, അന്നം നൽകുന്ന റഹ്മാനായ റബ്ബിന് മാത്രമേ പ്രിയപ്പെട്ടവരെ ഇബാദത്ത് ചെയ്യാവൂ. ഭക്ഷണം നൽകുന്നതിലൂടെ നമ്മുടെ റബ്ബ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, വീട്ടിലിരുന്നാൽ വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. പിന്നെയോ സമ്പാദിക്കണം, അധ്വാനിക്കണം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി. ഭൂമിയെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനും അധ്വാനിക്കുവാനും പറ്റുന്ന രൂപത്തിൽ അല്ലാഹു ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അല്ലാഹുവിന്റെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കൂ. അതാണ് ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി. അപ്പോൾ അധ്വാനിക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നർത്ഥം. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അല്ലാഹുവിന്റെ ഫദ്ലിനെ തേടണം, അധ്വാനിച്ച് നേടിയെടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മൂന്നാമത് റഹ്മാനായ റബ്ബ് പറയുന്നത്, അധ്വാനിക്കാം, സമ്പാദിക്കാം, കച്ചവടം ചെയ്യാം, ഹലാലായിരിക്കണം. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ. മനുഷ്യരെ, ഭൂമിയിലുള്ള അനുവദിക്കപ്പെട്ടതും നല്ലതും മാത്രമേ നിങ്ങൾ കഴിക്കാവൂ.
ഹറാമായ ജോലി, ഹറാമായ കച്ചവടം, ഹറാമായ രീതിയിലുള്ള ഒരു സമ്പാദ്യവും പാടില്ല. അധ്വാനിച്ചോളൂ, പക്ഷേ അത് ഹലാലായ മാർഗത്തിലായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതെല്ലാം ചെയ്താലും റബ്ബിന്റെ തൗഫീഖ് വേണം. അതിനെന്ത് വേണം? അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖാ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ അവർക്ക് കഴിയില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത്, നിങ്ങളുടെ ഉപജീവനം അവർ ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, ഭക്ഷണത്തിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ തേടേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം. വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് റിസ്ഖ് നൽകണമേ, റിസ്ഖ് നൽകുന്നവരിൽ ഏറ്റവും ഖൈറായവൻ നീയാണ് റബ്ബേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും റിസ്ഖിന്റെ വിഷയത്തിലുള്ള അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുമെല്ലാം ഒരു അടിമ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും സമാധാനത്തോടു കൂടി ജീവിക്കുന്നവൻ ആ വ്യക്തിയായിരിക്കും.